എല്ലാം ഈ പറഞ്ഞ പോലെ ഒന്ന് ഒരു പ്രവാചകൻ വന്ന് എല്ലാം പറഞ്ഞ് അതുപോലെ വിഴുങ്ങണ്ട. അവിടെ ഒരു കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സഭയിലെ ഏറ്റവും വലിയ അപകടം സഭയ്ക്ക് പുറത്തു നിന്ന് വരുന്ന പ്രതികൂലമല്ല, സഭയ്ക്കുള്ളിലുള്ള വഞ്ചനയാണ് എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ഇൻ ടുഡേയ്സ് ചേർച്ച് ഇസ് നോട്ട് പെർസിക്യൂഷൻ ഫ്രം ദി ഔട്ട്സൈഡ് ബട്ട് ഡിസെപ്ഷൻ ഫ്രം വിതിൻ. ഉള്ളിലുള്ള വഞ്ചനയാണ് ഇന്ന് അപകടകരം. പുറത്തു നിന്നുള്ള പ്രതികൂലങ്ങളും ഈ പറഞ്ഞ പോലെ പീഡയൊക്കെ നമുക്ക് പിന്നെയും പിടിച്ചിരിക്കാം. അകത്തു നിന്ന് വഞ്ചിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അതിനൊരു വലിയ സാധ്യത ഉണ്ട്. എന്താണ് സഭയിലെ വഞ്ചന എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊന്നും ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്പർ 1, ഗോഡ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ മെൻ. ദൈവത്തിന് പകരം മനുഷ്യരെ നമ്മൾ പ്രതിഷ്ഠിച്ചു. ഇന്ന് സഭകളിലെ ഏറ്റവും വലിയൊരു വഞ്ചനയാണ് നമ്മൾ അവരവർ ദൈവത്തെ നോക്കുന്നതിനെക്കാട്ടിലും മനുഷ്യരെ നോക്കുന്നു. മനുഷ്യരെന്ന് പറയുമ്പം പലപ്പോഴും ആരാണ് മനുഷ്യരെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ഡിവോഷൻ അതിപ്പം ദേ ആർ ഡിവോട്ടഡ് മോർ ടു ഹ്യൂമൻ വെസൽസ്. വെറും മനുഷ്യരായ വെറും പച്ച മനുഷ്യരിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നോക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയും ആശയും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവർ വേണം പ്രാർത്ഥിച്ച് മേടിച്ച് തരാൻ. ദൈവത്തോട് ചോദിച്ച് അവർ നമുക്ക് ആലോചന പറഞ്ഞു തരണം. മോശ പർവ്വതത്തിൽ കയറിപ്പോയി ദൈവത്തോട് വേണേൽ സംസാരിച്ചോണം, താഴെ വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടോളാം. പക്ഷേ ഞങ്ങളൊരിക്കലും ദൈവമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. പഴയ നിയമത്തിൽ മോശയെ സംബന്ധിച്ചോളം അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ പുതിയ നിയമസഭയിൽ ഇത് തന്നെയാണ് വിഷയം. ആർക്കും ദൈവത്തോട് നേരിട്ട് സംസാരിച്ച് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ താല്പര്യമില്ല. എല്ലാവർക്കും സ്റ്റേജിൽ നിന്ന് പുൽപ്പിറ്റിൽ നിന്നുള്ള പ്രസംഗം മതി. അപ്പോൾ ഈ സ്റ്റേജിലും പുൽപ്പിറ്റിലും നിൽക്കുന്നവരെ നമ്മൾ ദിവ്യ മനുഷ്യരായിട്ട് കണ്ട് ഇപ്പം നമ്മളതിന് പുതിയ പറയുന്ന ഇങ്ങനത്തെ സഭകളിൽ പറഞ്ഞിട്ട് വേണ്ട അഭിഷിക്തൻ അഭിഷിക്തൻ ഞങ്ങളുടെ അഭിഷിക്തൻ. ഇവിടെ മാത്രമേ ഉള്ളൂ ആ പദം കൂടുതൽ ഉപയോഗിക്കാത്തത് അല്ലേ? അപ്പോൾ എന്താ ഈ അല്ലാതെ നിങ്ങളൊക്കെ പിന്നെ എന്തുവാ? ഈ സ്റ്റേജ് മൈക്ക് പിടിക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ അഭിഷിക്തൻ അല്ലേ? അഭിഷേകം പ്രാപിച്ചവരെല്ലാം അഭിഷിക്തരാ. കർത്താവിനെ സ്വീകരിച്ചവർ തീർച്ചയായിട്ടും ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അഭിഷിക്തരാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെ മനുഷ്യരെ ദൈവത്തെക്കാട്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ദൈവത്തെക്കാട്ടിലും മനുഷ്യരെ ആരാധിക്കുന്നു. ഓണർ, നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. നമ്മളെ ശുശ്രൂഷിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കണം. പ്രസംഗകർക്ക്, ഈ പറഞ്ഞ പാസ്റ്റർമാർക്ക്, പ്രവാചകന്മാർക്കൊക്കെ നമ്മൾ ബഹുമാനം കൊടുക്കണം, ഓണർ കൊടുക്കണം. പക്ഷേ ഓണർ ഹാസ് ടേൺ ടു ഐഡലൈസേഷൻ. അത് പലപ്പോഴും വിഗ്രഹാരാധനയായിട്ട് മാറുന്നു. നിങ്ങളുടെ പാസ്റ്റർ ഒരിക്കലും നിങ്ങളുടെ വിഗ്രഹമാകരുത്. ഒരാമേൻ പറഞ്ഞേ. അത് ഏത് പാസ്റ്റർ ആയാലും ശരി, സാം പാസ്റ്റർ ആയാലും ശരി, ഒരു ദൈവ മനുഷ്യനായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹമാക്കരുത്, ദൈവത്തിന് പകരമാക്കരുത് നിങ്ങളുടെ പാസ്റ്ററെ. ഞാനിത് പറയുന്നത് വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്. കാരണം പലരും ഈ പറഞ്ഞ ദൈവത്തെക്കാട്ടിലും അവർ ഉയർത്തി കാണുന്നത് പലപ്പോഴും ദൈവവേല ചെയ്യുന്നവരാണ്. അത് ചെയ്യരുത്. യു ആർ സപ്പോസ് ടു ബി ലോയൽ. ലോയൽറ്റി ഷുഡ് ബി ദേ. പക്ഷേ ലോയൽറ്റി ഹാസ് ബിക്കം ബ്ലൈൻഡ്നെസ് അല്ലേ, അന്ധമായിട്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ട്രോൾ ഭാഷ പറയുന്നത് ഇപ്പോഴത്തെ സഭകളിലൊക്കെ കുറേ മൊണ്ണ വിശ്വാസികളുണ്ടെന്ന്. അവിടെ ദയവായി ഈ സഭയിലുള്ള ആരെയും പറ്റി മൊണ്ണ വിശ്വാസി എന്ന് പറയാനിടയാവരുത്. ആരാണ് ഈ മൊണ്ണ വിശ്വാസികൾ? ഈ സ്റ്റേജിൽ എന്ന് പറയുന്നതെല്ലാം അതുപോലെ വിഴുങ്ങുകയും അല്ലേ അവർക്ക് അടിമകളായി തീരുകയും ചെയ്യുന്നവരെയാണ് ഈ സോഷ്യൽ മീഡിയ മൊണ്ണ വിശ്വാസി എന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള മൊണ്ണ വിശ്വാസികൾ ഇല്ലാത്തതിനായി ഇൻസ്റ്റെഡ് ഓഫ് സീക്കിംഗ് ഗോഡ് പേഴ്സണലി, ദൈവത്തെ വ്യക്തിപരമായി തേടി അവൻ്റെ ശബ്ദം കേൾക്കുന്നതിന് പകരം മെനി ഡിപ്പെൻഡ് ഓൺ എ വോയിസ്. ഒരു ശബ്ദം അവർക്ക് കേട്ടാൽ മതി. അവർക്ക് ഞായറാഴ്ച ഒരു പ്രസംഗം കേട്ടാൽ മതി. പക്ഷേ നല്ലോണം ഓർക്കണം, ഒരു പ്രസംഗം വന്ന് ഞായറാഴ്ച കേൾക്കുന്നതല്ല, ദൈവശബ്ദം കേൾക്കണം. ഇന്ന് മെനി വോണ്ട് ടു ഹിയർ എ സെർമൺ, ദേ ഡോണ്ട് വോണ്ട് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് അല്ലേ. ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് കേൾക്കണ്ട, ഒരു പ്രസംഗം കേട്ടാൽ മതി പലർക്കും. അല്ലെങ്കിൽ മെനി കം ടു സീ എ പേഴ്സണാലിറ്റി. സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ വേറൊരു വാക്ക് പറഞ്ഞാൽ സെലിബ്രിറ്റി. ഇന്നത്തെ വാക്കാണ് സെലിബ്രിറ്റി. അല്ലെങ്കിൽ ചിലർക്കൊരു പ്ലാറ്റ്ഫോം മതി. ഈ പ്ലാറ്റ്ഫോം നിങ്ങളിരിക്കുന്നതിനേക്കാൾ ഒരടി പൊങ്ങിയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഒരു എലിവേറ്റഡ് പൊസിഷനാണ് അല്ലേ.
നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, ഈ ചർച്ച് തുടങ്ങിയിട്ട് ഈ സെപ്റ്റംബർ ആകുമ്പോൾ 30 വർഷമാവും. എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്ഥലത്ത് 7 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ 30 വർഷമാവും. ഈ 30 വർഷവും സ്റ്റേജിൽ കസേരയിട്ടിരിക്കാത്ത ഏക പാസ്റ്റർ ആരായിരിക്കും? വേറെ ആരെയോട്ട് ഇരുത്തിയിട്ടുമില്ല സ്റ്റേജിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റേജിൽ കസേരയില്ലാത്തത്. നാളെ ഒരു കെട്ടറം കർത്താവ് വരാൻ താമസിച്ചാൽ തന്നാൽ അവിടെയും കസേര കാണത്തില്ല, ഉറപ്പാണ്. കാരണം എന്തോ ഒരു വാശി, ഈ സ്റ്റേജിൽ കസേര ഇട്ടി നിങ്ങളെക്കാട്ടിൽ ഒരടി പൊക്കത്തിരിക്കണമെന്ന് ആര് പറഞ്ഞു? അല്ലേ? പണ്ട് ഞാനൊക്കെ ഒരു പെന്തക്കോസ്ത് സഭയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഒരു മേശ ഇട്ടിട്ട് നല്ലൊരു വെള്ള ടേബിൾ ക്ലോത്ത് വിരിച്ച് അതിൻ്റെ പുറകിലൊരു പായിട്ട് ഈ പാസ്റ്റർ ഇരിക്കുക, എന്നിട്ട് കൂടെ ഇങ്ങനെ പൊക്കി ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ സ്റ്റേജിൽ ഇരിക്കുന്നെങ്കിലും അങ്ങനെ കണ്ണു മൊത്തം അല്ലേ? അതിനെക്കാട്ടിലും ഞാനിത് പറയുമ്പോൾ ചിരിക്കരുത്. നമ്മൾ പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റേതായിട്ട് ഒത്തിരി കാര്യങ്ങൾ കടമെടുത്തു പ്രിയപ്പെട്ടവരെ. പുതിയ നിയമസഭ, ആദിമസഭ എന്നൊക്കെ നമ്മൾ പറയും, അപ്പോസ്തലിക കാലഘട്ടം എന്നൊക്കെ പറയും. അവിടെ ഇങ്ങനെ ആയിരുന്നു, ഒരു ഓഡിറ്റോറിയം, ഒരു തിയേറ്റർ സെറ്റിംഗാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ദിസ് ഈസ് റോങ്. പക്ഷേ ഇത് നമ്മൾ സൗകര്യാർത്ഥം ഇങ്ങനെ ഇരിക്കുന്നതന്നേ ഉള്ളൂ. ഇങ്ങനെ അല്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ഈ ഒരാഴ്ച ഇവിടെ ഉപവാസ പ്രാർത്ഥനയാണ്, നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ദൈവത്തിൻ്റെ പല ആലോചനകളും നമ്മൾ കേട്ടു. അതിൽ കേട്ടതൊന്ന്, സത്യം പറഞ്ഞാൽ നമ്മൾ ലോകത്തുനിന്ന് കടമെടുത്ത പല കാര്യങ്ങളിലും ആദിമസഭയിൽ ഇങ്ങനെ അല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നുണ്ടെന്ന്. ഒരുത്തനൊരു സങ്കീർത്തനം, ഒരുത്തനൊരു പ്രബോധനം, ഒരുത്തനൊരു വ്യാഖ്യാനം, ഒരുത്തനൊരു ഭാഷ, അല്ലേ? ഓരോ വരം ലഭിച്ചവൻ അതാത് വരങ്ങളിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യും? ഓരോരുത്തരായിട്ട് ശുശ്രൂഷിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അന്യോന്യം ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവുമായിരുന്നു. ഇന്ന് ആ കാലം പോയി. അതാണ് പുതിയ നിയമസഭ. പക്ഷേ ഇന്ന് അതെവിടെയെങ്കിലും കാണുന്നു? ഇന്ന് ആ കൂടി മൈക്ക് പിടിച്ച് ഒരുത്തം മാത്രം നിപ്പോട്ട് അയാൾ പറയുന്നതാണ് വേദവാക്യം, അല്ലേ? എല്ലാവരും അയാൾ പറയുന്നത് ഈ പറഞ്ഞല്ലോ നമ്മുടെ പുതിയ ഭാഷയെ പറഞ്ഞ തൊടാതെ വിഴുങ്ങിട്ടങ്ങ് പോകുന്നു. അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ. ഡോണ്ട് റീപ്ലേസ് ഗോഡ് വിത്ത് മെൻ. ഒരിക്കലും ഒരു മനുഷ്യരെയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണരുത് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ദൈവവചനം വ്യക്തമായിട്ട് നമ്മളോട്, പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസികളോട്, വി ആർ കോൾ ഫോർ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ആത്മീയമായ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. 2 ഉത്തരവാദിത്തങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങളിവിടെ ഈ സ്റ്റേജിൽ നിന്നല്ല എവിടെ പോയി ദൈവവചനം കേട്ടാലും വീട്ടിൽ പോയി പുസ്തകം തുറന്ന് അത് ഉള്ളത് തന്നെയോ ഒന്ന് പരിശോധിക്കണം. എത്ര പേർക്ക് അത് മനസ്സിലായി? ബെരോവയിലെ വിശ്വാസികൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് കേട്ടാൽ വീട്ടിൽ പോയി തിരുവെഴുത്തുകളെ വെച്ച് ശോധന ചെയ്യും. ഇന്ന് നിങ്ങൾ ഇവിടെ കേട്ട ഏതെങ്കിലും പ്രസംഗം വീട്ടിൽ പോയി ഉള്ളത് തന്നെയൊന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയമില്ല. ആര് കുറച്ച് ഈ പറയുന്ന ഞാൻ നാളെ വന്ന് തിരിച്ച് പ്രസംഗിച്ചെന്നിരിക്കും. അന്ന് നിങ്ങൾ പോയി പരിശോധിച്ചിട്ട് പറയണം, അല്ലല്ലല്ല ഇങ്ങനല്ല, ഇത് ദൈവവചനമല്ല എന്ന് പറയണം. അടുത്തത് 1 യോഹന്നാൻ 4:1. രണ്ടാമത്തെ കാര്യം, 2 ഉത്തരവാദിത്തങ്ങൾ. ഒന്ന്, കേൾക്കുന്ന വചനം പോയി വചനം വെച്ച് ശോധന ചെയ്യണം. രണ്ടാമത്തെ കാര്യം 1 യോഹന്നാൻ 4:1. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. അപ്പൊ എന്താണ് അവിടുത്തെ വിഷയം? ടെസ്റ്റ് ദ സ്പിരിറ്റ്സ്. എന്താണ്? ആത്മാക്കളെ ശോധന ചെയ്യണം. എല്ലാം നമ്മളങ്ങ് വിഴുങ്ങരുത്. ഈ കേൾക്കുന്നത് അത് വചനത്തിലുള്ളതാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. 2, ഇത് എന്ത് ആത്മാവിലാണ് ഇത് പറയുന്നത്, അത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ, അയ്യോ അതിനുള്ള കൃപയെന്ന് എനിക്ക്, അയ്യോ ഇതായി പ്രശ്നം. ഇങ്ങനെയുള്ളവർ സഭയെ പെരുകുന്തോറും എളുപ്പമായി പലർക്കും എന്തും വന്ന് പ്രസംഗിക്കാം, ഏതാത്മാവിലും വന്ന് ശുശ്രൂഷിക്കാം. എല്ലാം അതുപോലെ വിഴുങ്ങാൻ റെഡിയായിട്ട് വിശ്വാസികൾ ഇരിപ്പുണ്ട്. അവരെയാണ് എന്ത് വിളിക്കുന്നത്? ഓക്കെ. അതുകൊണ്ട് ടെസ്റ്റ് ദ സ്പിരിറ്റ്സ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ, ഇറ്റ്സ് എ കമാൻഡ്. എന്താണ്? അതൊരു കൽപ്പനയാണ്, അല്ലേ? ആത്മാക്കളെ വിവേചിക്കണം. ഏത് ആത്മാവിലാണ് ഇത് പറയുന്നത്, അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഓർക്കണം. കൃപാവര ശുശ്രൂഷകൾ പ്രത്യേകിച്ച് എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു പ്രവാചകൻ വന്ന് എല്ലാം പറഞ്ഞ് അതുപോലെ വിഴുങ്ങണ്ട. അവിടെ ഒരു കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്, ഫലം കൊണ്ട് അറിയാം. അതുകൊണ്ട് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം, വാട്ട് ഈസ് ദ ഫ്രൂട്ട് ഫൈനലി, അതിലൂടെ ഒടുവിലുണ്ടായ ഫലം എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് ടെസ്റ്റിംഗ് ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ നമ്മൾ പരിശോധിക്കുന്നില്ലെങ്കിൽ, ഡിസെപ്ഷൻ ത്രൈവ്സ്, ഈ വഞ്ചന പെരുകിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ.
ഇവിടെ ദൈവത്തോട് നമുക്കൊരു ദൈവഭയമില്ലെങ്കിൽ മനുഷ്യർ നമ്മളെ നല്ലോണം എന്ത് ചെയ്യും? മുതലെടുക്കും. കാര്യം നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കാട്ടിലും മനുഷ്യരെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങും. അപ്പം ഒന്നാമത്തെ കാര്യം എന്തുമായിരുന്നു? ഒന്നാമത്തെ കാര്യം, ഗോഡ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ മെൻ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യരെ നമ്മൾ പ്രതിഷ്ഠിക്കരുത്. ഇതാണ് സഭയിലുള്ള ഒന്നാമത്തെ വഞ്ചന. രണ്ടാമത്തെ വഞ്ചനയിലേക്ക് പോവാം. ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്. ഈ ദൈവവചനത്തെ ഇന്ന് നമ്മളങ്ങ് അബാൻഡൺ ചെയ്യും. ഇതിനെ നമ്മളങ്ങ് മാറ്റിവെക്കും. എന്തിന്? ഫോർ ഇമോഷൻസ്. ദൈവവചനത്തെക്കാട്ടിലും നമുക്കിന്ന് വികാരങ്ങളാണ് ഇഷ്ടം. വികാരങ്ങൾക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പവുമില്ല. കാര്യം നമ്മുടെ ദൈവത്തിന് വികാരമുണ്ട്. ഉണ്ടോ? അതെ, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. കോപം ഒരു വികാരമല്ലേ? യേശു കണ്ണുനീർ വാർത്തു. കണ്ണുനീരൊരു വികാരമല്ലേ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖം ഒരു വികാരമല്ലേ? അപ്പം പിതാപുത്ര പരിശുദ്ധാത്മാവിന് വികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഉണ്ട്. പക്ഷെ പ്രശ്നം, ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്നൊരു വലിയ സത്യം, ദർ ഇസ് എ ഡീപ്പ് ആബ്സെൻസ്, അല്ലെങ്കിൽ എന്താണ്, ദർ ഇസ് എ ഗ്രോയിങ് ആബ്സെൻസ് ഓഫ് ഡീപ്പ് ഹങ്കർ ഫോർ ദ വേർഡ്. ദൈവവചനത്തോടൊരു വിശപ്പും ദാഹവും ഇന്ന് നമുക്ക് ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ, ഞാൻ ചോദിച്ചോട്ടെ, എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങളൊരു വചനത്തിന് വേണ്ടി വിശന്നത്? പറഞ്ഞേ. നിങ്ങൾ കഴിക്കുന്ന പല സാധനത്തിനും വേണ്ടി ഇപ്പം തന്നെ വിശപ്പായി അല്ലേ? ചില അരമണിക്കൂർ നീണ്ടാ പറയും വിശക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വയറ് വിശക്കുന്നെന്ന് പറയുന്ന പോലെ ഈ വചനത്തിനായിട്ടൊരു വിശപ്പുണ്ട് എന്നാരെങ്കിലും വിശന്നവരൊന്ന് കൈപോക്കിക്കേ. ഒരാൾ കൈപോക്കി. ഇവിടുത്തെ നല്ലല്ലേ? അത് തൃശ്ശൂരല്ലേ? ചുമ്മാ അല്ല. ഞങ്ങളാരും തിരുവിതാംകൂറുകാർ, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ, ഞങ്ങൾ കൈപോക്കത്തില്ല. ഞങ്ങളിവിടെ സാച്ചുറേറ്റഡാണ്. പാവം പുള്ളി തൃശ്ശൂർ നിന്ന് ആദ്യമായിട്ട് വന്നത്, അതുകൊണ്ടാണ് കൈപോക്കിയത്. 2 ആഴ്ച ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ കൈപോക്കത്തില്ല കേട്ടോ. സാച്ചുറേറ്റഡ് ആയിക്കോളും. ഓക്കെ. അപ്പം ഇന്ന് ദൈവവചനത്തോടൊരു വലിയ ഒരു ദാഹം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ദൈവവചനം എന്ന് പറയുമ്പം അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദ മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ്, ദൈവവചന ധ്യാനം. അത് നമ്മൾ ശീലിക്കണം. ഇന്നത്തെ പ്രശ്നം, ഈ ദൈവവചന ധ്യാനത്തെയും റീപ്ലേസ് ചെയ്തു. എന്താണ്? മൊമെൻ്ററി ഇൻസ്പിറേഷൻ. അതായത് നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇട്ട് തന്നാൽ മതി, നിങ്ങൾ അതിൽ തൃപ്തരായി, ഓ സന്തോഷം, സ്തോത്രം, ഇന്നത്തെ ആരാധന, ഇന്ന് മുരളി സാർ വന്നേ അല്ല, ഇവിടുത്തെ എന്താണ്, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്തോ കിട്ടി, ഒരു ഇൻസ്പിറേഷൻ കിട്ടി, അല്ല ഒരു പ്രചോദനം കിട്ടി. അതിൽ കുഴപ്പമില്ല, ദൈവവചനം പ്രചോദനം തരും. പക്ഷെ ആ പ്രചോദനത്തിൽ, അതും മൊമെൻ്ററിയാണ്, ഒരു പെട്ടെന്ന് കിട്ടിയത് താൽക്കാലികമാണ്, അത് പോവും. അതും കൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ട എങ്ങനെയെന്ന് ചോദിച്ചാൽ, യോശുവ 1:8 ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം. യോശുവ 1:8 എന്താണ്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അപ്പം നോക്കണേ, ഈ ബൈബിൾ എവിടെ ഇരിക്കണം? നമ്മുടെ വായിലിരിക്കണം. നമ്മുടെ വായിലിരിക്കുന്നത് എന്താ? കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നിങ്ങളുടെ വായിലിരുന്നത് എന്തുവാ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ നിങ്ങളുടെ വായിലിരിക്കുന്നത് എന്തുവാ? ഈ വചനം നമ്മുടെ വായിലിരിക്കണം. അടുത്തത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കണം. അടുത്തത്, നീ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ പ്രമാണിച്ച് നടക്കണം. വായു മാത്രം ഇരുന്നാൽ പോരാ, അത് പ്രമാണിക്കണം. അടുത്തത്, നീ രാവും പകലും അത് ധ്യാനിച്ചു. അടുത്തത്, നീ അത് രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഇപ്പം എത്രയായി? 1 വായിലിരിക്കണം, 2 അത് പ്രമാണിച്ച് കിടക്കണം, 3 അത് രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അത് ഇംഗ്ലീഷിൽ വി വിൽ ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ എന്നാണ്, അല്ലേ? പ്രോസ്പെറസ്. നമ്മൾ ചെയ്യുന്ന കാര്യം അത് ശരിക്കും അത് സാധിക്കണമെങ്കിൽ, നമ്മൾ കൃതാർത്ഥരായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേറൊന്നുമല്ല ചെയ്യേണ്ടത്, ഈ വചനം നമ്മുടെ വായിലുണ്ടായിരിക്കണം, അല്ലേ? അത് രാപ്പകൽ ധ്യാനിക്കണം. 3 അത് പ്രമാണിച്ച് നടക്കണം. ഇതിന് വേറെ ഷോർട്ട് കട്ട് ഇല്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക ചർച്ചിൽ ചെന്നാൽ ഏതെങ്കിലും അഭിഷിക്തൻ എൻ്റെ തലയിൽ കൈവച്ചാൽ, അല്ലേ, ഏതെങ്കിലും ഒരു ഇമ്പാർട്ടേഷൻ കിട്ടിയാൽ ഇതൊക്കെ എല്ലാം ശരി. ഇല്ല,
നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ വചനം വായിച്ച് ധ്യാനിച്ച് ആ വചനപ്രകാരം നമ്മൾ നടക്കണം, ജീവിക്കണം, എങ്കിലേ അനുഗ്രഹമുള്ളൂ. അതിനൊരു ആമേൻ പറയാമോ? ഈ വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് എന്നാണ്. എന്താണ് ഈ ധ്യാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ധ്യാനത്തിന് പോവുകയാണെന്നാണ്? അല്ല. വചനം ധ്യാനിക്കുക എന്നുള്ള മെഡിറ്റേറ്റ് എന്നുള്ള വാക്കിൻ്റെ റൂട്ട് വേർഡ് റൂമിനേറ്റ് എന്നൊരു വേർഡാണ്. റൂമിനേറ്റ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇംഗ്ലീഷിൽ പറയും ചൂയിങ് ദ കട്ട്. എന്താണ്? അയവിറക്കുക എന്ന് പറയും. ഈ കന്നുകാലികൾ നിങ്ങൾക്കറിയാമല്ലോ, അത് ഈ കച്ചിയും പുല്ലും ഒക്കെ വലിച്ചു വാരി തിന്നും ഉടനെ വിഴുങ്ങുമ്പോൾ അത് നേരെ വയറ്റിലോട്ടല്ല പോകുന്നത്. അതിന് തമ്പുരാൻ എന്ത് ചെയ്യുന്നു? ഈ കന്നുകാലികൾക്കൊരു പ്രത്യേക ഒരു സ്ഥലം, ഒരു കമ്പാർട്ട്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? റൂമൻ എന്നാണ് പറയുന്നത്. അതിലേക്ക് പോയി വീഴും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി കിടക്കുമ്പം ഇതെന്ത് ചെയ്യും? ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വായിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? നല്ലവണ്ണം ചവച്ച് അരച്ച് വീണ്ടും വിഴുങ്ങും. അപ്പോഴാണ് അത് ബ്ലഡ് സ്ട്രീമിലേക്ക് പോയി അത് പോഷകമായിട്ട് മാറുന്നത്. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന പ്രസംഗം എല്ലാം കൂടെ വിഴുങ്ങും. എങ്ങോട്ടാണ് പോകുന്നത്? അത് ഈ ഒരിക്കലും ആത്മീയ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് നമുക്ക് ഇടയാവുന്നില്ല. കാര്യം എന്താ? ഇത് വിഴുങ്ങി അത്ര തന്നെ, പക്ഷെ അത് വയറ്റിൽ പോയില്ല. അത് ഡയറക്റ്റായിട്ട് വയറ്റിൽ പോകത്തില്ല. അത് വായിന്ന് എന്ത് ചെയ്യണം? നല്ലവണ്ണം ചവച്ച് മെഡിറ്റേറ്റ് ചെയ്ത് വിഴുങ്ങിയാലേ അത് പോഷകമായി മാറും. ഇന്ന് നമുക്ക് വചനം നമ്മൾ ഈ പറഞ്ഞ വായിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു ഒക്കെ ശരി, എനിക്കൊരു ബലം വരുന്നില്ല, ആത്മീയമായിട്ടൊരു ബലം വരുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ വ്യക്തിപരമായി വചനം ധ്യാനിക്കുന്നില്ല. ശരിയാണോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശോധന കഴിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു തീരുമാനം എടുക്കണം. അതേ കർത്താവേ, thank God for all the sermons preached by different men of God. Okay, praise the Lord for that. But don't be satisfied by hearing a sermon. Instead, you have to personally meditate on the word of God, and that meditation will make you prosperous and successful. ഇത് ഞാനല്ല പറഞ്ഞത്, ദൈവവചനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇമോഷൻസ് ആർ പവർഫുൾ. ഈ വികാരങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞോ വികാരങ്ങൾ കുഴപ്പമൊന്നുമല്ല, കുഴപ്പമൊന്നുമല്ല. അത് വളരെ പവർഫുള്ളുമാണ്, വളരെ ശക്തിയുള്ളതാണ്. പക്ഷേ ദേ ആർ നോട്ട് എ ഫൗണ്ടേഷൻ. നമ്മുടെ പ്രശ്നം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താ? നമ്മൾ വികാരങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് കെട്ടിപ്പോക്കുന്നത്, അല്ലേ? വികാരങ്ങളിൽ കെട്ടിപ്പൊക്കിയ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ എന്തോ പാറമേൽ പണിത വീടും മറ്റേത് മണലിന്മേൽ പണിഞ്ഞ വീടും ഇതുപോലെ ആയിപ്പോൾ. ഇന്ന് അനേക ക്രിസ്ത്യാനികളും സഭയിലൊക്കെ വരുന്നുണ്ട്, കിടന്ന് ആടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ആരാധനയെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പ്രശ്നം, അവരുടെ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പൊക്കുന്നത് ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വെറും വികാരങ്ങളിലാണ്. ഞാനിത് വളരെ അടിസ്ഥാനപരമായിട്ടാണ് ഞാനീ പറയുന്നത്. വികാരങ്ങളിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പൊക്കരുത്. ഫീലിങ്സ്, അവിടെ വികാരങ്ങളുടെ കൂടെ പോകുന്ന വേറൊരു കാര്യമാണ് ഫീലിങ്സ്. എന്താണ്? ഈ ഇമോഷൻസും ഉണ്ട്, ഫീലിങ്സും ഉണ്ട്. ഈ ഫീലിങ്സ് ക്യാൻ ബി സ്റ്റേർഡ് അപ്പ്, അല്ലേ? വികാരങ്ങളെ നമുക്ക് ഈ കുത്തി ഇളക്കാം, അല്ലെങ്കിൽ ഇളക്കപ്പെരുപ്പം ഉണ്ടാക്കാം. പക്ഷേ ഈ വികാരങ്ങളെല്ലാം കുത്തിപ്പൊക്കി ഇളകിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ സ്പിരിറ്റ്സ് മേ റിമെയിൻ അൺചേഞ്ച്ഡ്. അകത്തൊരു മാറ്റവും ഇല്ല. പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങളെ ഈ ചിലരും ഇക്വേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് വിചാരിക്കും. അങ്ങനെ രണ്ടും ഒന്നല്ല എന്ന് പറഞ്ഞ് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ചിരിക്കരുത്. ഡോണ്ട് ഇക്വേറ്റ് ഗൂസ് ബംസ് വിത്ത് ഗോഡ്സ് പ്രസൻസ്. ഗൂസ് ബംസ്, ഞാനിപ്പം ഡിക്ഷണറി എടുത്ത് നോക്കി, എന്താണ് ഗൂസ് ബംസ്? ഇംഗ്ലീഷ് അറിയാവുന്നവർക്കറിയാം. ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ രോമാഞ്ചം വരിക, രോമം എഴുന്നേറ്റിക്കുക. ഞാനിപ്പം ഡിക്ഷണറി നോക്കിയപ്പോൾ അതാണ് അർത്ഥം. എന്താണ്? ചിലപ്പോഴെങ്കിലും നമുക്ക് ദൈവസന്നിധി വന്ന് ചില വചനമൊക്കെ കേൾക്കുമ്പോൾ, ചില ആരാധനയൊക്കെ അങ്ങോട്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമുക്കും രോമാഞ്ചം വന്ന് ഇക്കിളി വന്ന് നമുക്ക് ഈ പറഞ്ഞാൽ ചൂടിങ്ങനെ ഇറങ്ങി, താഴേന്ന് തണുപ്പിങ്ങനെ കയറി, എൻ്റെ കൈയൊക്കെ പറയാൻ തുടങ്ങി, രോമം ഒക്കെ എഴുന്നേറ്റ് നിന്നു. ഇതാണ് ഗൂസ് ബംസ്. മനസ്സിലായല്ലോ? പക്ഷേ ഡോണ്ട് ഇക്വേറ്റ് ഗൂസ് ബംസ് വിത്ത് പ്രസൻസ് ഓഫ് ഗോഡ്. ഇതൊക്കെ എനിക്ക് സംഭവിച്ചെന്നിരിക്കും, പക്ഷേ അത് സംഭവിച്ചുകൊണ്ട് ദൈവസാന്നിധ്യമാണെന്ന് അങ്ങ് പറയരുത്. ചിലപ്പം ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പം ഇതൊന്നും കാണത്തില്ല. കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. രോമാഞ്ചം ഉണ്ടായിരുന്നു അവിടെ. ചൂട് വന്നോ തണുപ്പ് വന്നോ അതോ ഇക്കിളി വന്നോ? ഒന്നും വന്നില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ
സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയിരിക്കുമ്പം എന്തോ ഒരു ഇക്കിളി ഫീലിംഗ് ആണോ? പറ. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഈ രോമാഞ്ചം വരണോ? ഇന്നാരോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു, ദൈവസന്നിധിയിൽ വന്ന് സാന്നിധ്യം, പ്രസന്നം പ്രസന്നം ദേവ. അവിടെ ഇപ്പം തന്നെ നിങ്ങൾക്കൊരു സാന്നിധ്യം വന്നു. ഇപ്പം നിങ്ങൾക്ക് വന്ന് വെറും ഗൂസ് ബംസാണ്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഗോഡ്സ് പ്രസൻസ്. ഞാനിതൊക്കെ ഇങ്ങനെ പച്ചയ്ക്കങ്ങ് പറയും, മനസ്സിലായില്ല, അത് മതി. വഞ്ചിക്കപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ചിലപ്പം ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുമ്പം ഈ ഒരു വികാരവും എനിക്ക് കാണത്തില്ല. പക്ഷേ ക്രിസ്തീയ ജീവിതം കാഴ്ചയാലല്ല, വികാരങ്ങളാലുമല്ല, വിശ്വാസത്താലത്രേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ ആലോചനയാൽ നിന്നെ നടത്തും. പിന്നത്തേതിൽ എൻ്റെ മഹത്വത്തിലേക്ക് നീ എന്നെ ചേർത്തുകൊള്ളും. ഇത് വിശ്വസിക്കണം. അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അത് വിശ്വസിക്കണം. ഒരുപക്ഷെ ആരും എൻ്റെ കൈക്ക് പിടിച്ചെന്ന് എനിക്ക് തോന്നത്തില്ല, ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നത്തില്ല. പക്ഷേ അവിടെ എല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴും ഒരുപക്ഷെ ഏകാന്തനായിരിക്കാം, ഒരുപക്ഷെ ഇരുട്ട് മാത്രം, എനിക്കൊന്നും സംടൈംസ് യു മേ നോട്ട് ഈവൻ ഫീൽ ലൈക്ക് പ്രേയിങ്. ദാറ്റ്സ് ഓക്കെ. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ബ്രദറെ. എന്നോട് ഇന്നലൊരു സഹോദരി പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞ് കുറേ നാളുടെ ഞാനിപ്പം പ്രാർത്ഥിക്കും. ഞാൻ എന്ത് പറ്റി, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ബ്രദറെ. പക്ഷേ ഇന്നിവിടെ വന്നപ്പം ഞാൻ അകത്തുനിന്ന് കരയാൻ തുടങ്ങി. ഞാൻ അറിയാതെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ഇനി ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നുള്ള ദൈവം എന്നെ ഉടനെ എൻ്റെ പേര് വെട്ടുകയല്ല ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോഴും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതൊരു പ്രാർത്ഥിക്കാതിരിക്കാൻ ലൈസൻസ് അല്ല ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അവിടെയും ദൈവം കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ കൈവിടുന്നില്ല, അല്ലേ? അപ്പം നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഇളക്കപ്പരിപ്പങ്ങളും നമ്മുടെ രോമാഞ്ചവും ഇതെല്ലാം ദൈവ സാന്നിധ്യമായിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് കണക്ട് ചെയ്യരുത്. അടുത്തത്, ഡോണ്ട് ഇക്വേറ്റ് മ്യൂസിക് വിത്ത് ഇൻറ്റിമസി. ഇതൊരു അടുത്ത് വലിയൊരു പ്രശ്നമാണ്. എന്നെ ദയവ് ഇത് കല്ലെറിയല്ലേ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തോടുള്ള ഇൻറ്റിമസി അറിയാല്ല, അടുപ്പം. ആ അടുപ്പത്തിന് മ്യൂസിക് ഒരുപക്ഷെ വേണമെന്നേ ഇല്ല, അല്ലേ? എത്ര പേർ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയുമോ? ഇന്ത്യൻ ബൈബിൾ ഒക്കെ വർഷിപ്പ് ഇസ് നോട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് സോങ്സ് അല്ലെങ്കിൽ മ്യൂസിക്. അതാണ് സത്യം. നമ്മൾ ഈ പാട്ടിലൂടെ മാത്രമേ ആരാധിക്കണമെന്ന് ആരായി പറഞ്ഞു തന്നെ? നമ്മളങ്ങനെ ഒരു ശീലമായിപ്പോയി, അത്രയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തി, ഇനിയിപ്പോൾ പാട്ടും പാടാൻ പാടില്ലേ? അയ്യോ, പാടിക്കോ, ചുമ്മാ പാടിക്കോ, കുഴപ്പമില്ല. പക്ഷേ പാടിയല്ല ഇൻറ്റിമസി, അല്ലെങ്കിൽ മ്യൂസിക് അല്ല എന്നെ ദൈവത്തോട് അടുക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഞാനിത് രാവിലെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു മലയാളം കഥ പറഞ്ഞേക്കാം. വേറൊന്നുമല്ല, നിങ്ങളിപ്പം കല്യാണം കഴിച്ചു. ഈയിടയ്ക്ക് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 6 മാസത്തിനകത്ത് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇത് യങ് കപ്പിൾസ് ഫെലോഷിപ്പ് അല്ലേ? ശരി, 1 വർഷത്തിനകത്ത് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവമേ, എല്ലാം കളവന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ആരും ഇല്ലേ ചെറുപ്പക്കാരെന്ന് ഈ സഭയിൽ? ഓക്കെ, നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങൾ ഭാര്യയുമായിട്ട് നിങ്ങൾ എന്താണ് ഹണിമൂണിന് പോവാണ്, മധുവിധുവിന് പോവാണ്. എവിടെയാണ്? കുമരകത്ത് പോയി അവിടെ റിസോർട്ടിൽ താമസിച്ച് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു പതുക്കെ എന്ത് ചെയ്ത്, വെയിലൊക്കെ താണപ്പം ഒരു ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കായൽ പരപ്പിൽ ഇങ്ങനെ പോയി ആ അസ്തമനം അല്ലേ, അതെല്ലാം സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ട്, അപ്പോൾ അവനിങ്ങനെ ഇരിക്കുകയാണ്. അവളിങ്ങനെ തോളത്ത് ചാർന്ന് ഇവളിങ്ങനെ കൈവച്ച് രണ്ടുപേരും ഇപ്പം തന്നെ ഗൂസ് ബംസ് വരുന്നുണ്ട് പലർക്കൂടെ. ഓക്കെ, അവർ ഭാര്യയും ഭർത്താവും കൂടെ ദേ ആർ എൻജോയിങ് ഈച്ച് അതർ, അല്ലേ? അവരങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഈ സഹോദരി, ഈ ഭാര്യ, അവൾ നല്ല വിശ്വാസിയാട്ടോ. അവളെന്ത് ചെയ്തു? അവളിങ്ങനെ, ദൈവമേ എൻ്റെ അടുത്തിരിക്കുന്നു, ഞാൻ ഈ എൻ പ്രിയന്മാരിൽ, അയ്യോ, അവക്കങ്ങ് പെട്ടെന്ന് പ്രിയനോടങ്ങ് ആരാധന വന്നു. അവളെന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് അതിനെ കൂടെ തുണിയിട്ട്, എൻ പ്രിയൻ എപ്പോൾ സുന്ദരനെ ആരെയും ഞാൻ ഈ ഉലകിൽ മേലാലും ഞാൻ കാണുക. പ്രിയൻ എന്ത് ചെയ്യും? നേരെ കരയ്ക്കടുപ്പിച്ച് വണ്ടി കയറ്റി ഊളംപാറ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെങ്കിലും മിനിമം കാണിക്കും. അവിടെ അവർ രണ്ടുപേരും ചേർന്ന് മാറോട് ചേർന്ന് അവർ ഇരിക്കുമ്പം അവിടെ ഒരു പാട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് ലോകത്ത് നമ്മൾ പഠിച്ചതാണ്. ഒരു നല്ല ഉദാഹരണം പറയാം. അടുത്തത്, ഈ മലയാള സിനിമ, ക്ഷമിക്കണം, ഒരു പദമുണ്ട്, പണ്ട് നമ്മൾ പറയും മരം ചുറ്റി പ്രേമം. അതായത് പ്രേം നസീർ ഷീലയുടെ പുറകെ ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ട് പോവും.
ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രേംനസീറിൻ്റെ ഒത്തിരി സിനിമ കണ്ടിട്ടുണ്ട്, ഒരു പാവിയാണ് ഞാൻ, ക്ഷമിക്കുക. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ നായകൻ നായികയുടെ പുറകെ പാട്ടും പാടി പോകുന്നത് സിനിമയിലല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭർത്താവ് ഭാര്യയുടെ പുറകെ പാട്ട് പാടിക്കൊണ്ട് പോയിട്ടുണ്ടോ? അങ്ങനെ പാട്ട് പാടി പ്രേമിച്ചിട്ടുള്ള ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെന്ന് കൈപൊക്കിക്കേ. ഇല്ല. അതിൻ്റെ അർത്ഥം യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും നമ്മൾ പാട്ട് പാടിയല്ല. നിങ്ങൾ മരം ചുറ്റിയിട്ടുണ്ടോ? നിങ്ങൾ മീസത്ത് പോയിട്ടുണ്ട്, പക്ഷെ മരം ചുറ്റിയിട്ടുണ്ടോ? പാട്ടും പാടി മീസത്തിന് മരത്തിൻ്റെ ഇടയിൽ കൂടെ ഓടി ഏതെങ്കിലും കപ്പിളൂടെ ഉണ്ടോ? ഇത് പൊട്ട സിനിമയിൽ അവരിതൊക്കെ കാണിക്കും. ഇതൊക്കെ കാണിച്ച് നിന്ന് നമ്മുടെ പൈസയും മേടിച്ച് കുറേ പേര് പാട്ട് എഴുതി അവരും പൈസ ഉണ്ടാക്കി, അതിന് സംഗീതം കൊടുത്ത് അവർ പാടി യേശുദാസും പൈസ വാങ്ങിച്ചു. ചുരുക്കി പറഞ്ഞാൽ കേട്ടോ, അവിടുത്തെ ആ പ്രേമത്തിനും സ്നേഹത്തിനും പാട്ടിൽ കഥയില്ല. അതായത് ദ ട്രൂ ലൈഫ്, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ദാറ്റ് ഡസൻറ്റ് ഒക്കെ അല്ല, സംഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പാടിപ്പാടിയല്ല നമ്മൾ ദൈവത്തോട് അടുക്കുന്നത്. എനിക്കറിയാം കല്ലേറ് വരുമെന്നറിയാം, സാരമില്ല, ഞാനിത് എവിടെയെങ്കിലും പറയണം. ഇനി പാടിയോണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം, നിങ്ങൾ ഈ സന്തോഷം വരുമ്പം പാട്ട് പാടാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ബൈബിളിൽ വാക്യമുണ്ട്, സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഉപദേശിക്ക് ഒരിക്കൽ ഒരു മോൻ മരിച്ചുപോയി. അദ്ദേഹം എന്താ പാടിയെന്നറിയാമോ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. അങ്ങനെയും കൂടെ പാടണം അല്ലേ? ആ പാട്ട് എന്തിനെയാണ് കാണിക്കുന്നത്? ആ പാട്ടിനെ നമ്മൾ തെറ്റു പറയുന്നില്ലല്ലോ. ആ പാട്ട് താൻ ഏറ്റവും ദുഃഖത്തിൻ്റെ ഒരു പാനപാത്രം കർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങിച്ചൊരു സമയമാണ്. പക്ഷെ ആ സമയത്തും താൻ പാടി, ശരിയാ അല്ലേ? ആ സമയത്തും കർത്താവിൻ്റെ സാന്നിധ്യം താൻ എന്ത് ചെയ്തു? അനുഭവിച്ചു. അപ്പോൾ ഇവിടെ ഡോണ്ട് ഇക്വേറ്റ് മ്യൂസിക് വിത്ത് ഇൻറ്റിമസി. അടുത്തത് മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞേക്കാം. ഡോണ്ട് ഇക്വേറ്റ് എക്സൈറ്റ്മെൻറ്റ് വിത്ത് ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് എക്സൈറ്റ്മെൻറ്റ്, ആവേശം നല്ലത് തന്നെയാണ്, ആവേശമൊക്കെ കൊണ്ടോ. പക്ഷെ ദൈവസന്നിധി വന്ന് ഈ ആവേശം കയറിയിട്ട് ഈ ആവേശത്തെ രൂപാന്തരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആവേശം വേറെ, രൂപാന്തരം വേറെ. രൂപാന്തരപ്പെടുക എന്നുള്ള മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആവേശം കൊണ്ടാണ് രൂപാന്തരം വരുന്നത്. ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഒരു ആരാധന അങ്ങോട്ട് നടത്തിയോ, അല്ലെങ്കിൽ വചനം കേട്ട് നിങ്ങളെല്ലാം കൂടെ ചാടി തുള്ളി ഇങ്ങനെ സ്പ്രിങ്ങി നിന്നൊക്കെ പോയി. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് എന്തായിരുന്നു, ഇന്നൊരു പ്രത്യേക അഭിഷേകമായിരുന്നു. പ്രത്യേകിച്ച് സാമ്പാസ്റ്റർ അയാൾ കൊള്ളാം കേട്ടോ, ഈയിടെയായിട്ടൊക്കെ ഇച്ചിരി അഭിഷേകമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഇയാളൊരു ബ്രദറൻകാരനായിരുന്നു, ഇപ്പോൾ ഇച്ചിരി അഭിഷേകമൊക്കെ വന്നെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വലിയ ആവേശത്തിൽ പോവും, 4 പേരെ വിളിച്ച് പറയുകയും ചെയ്യും. പക്ഷേ എൻ്റെ ചോദ്യം, വല്ല രൂപാന്തരവും നിങ്ങൾക്കുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അതാ ഞാൻ പറഞ്ഞത്, ഡോണ്ട് ഇക്വേറ്റ് എക്സൈറ്റ്മെൻറ്റ് വിത്ത് ട്രാൻസ്ഫോർമേഷൻ. ഇനി അതിനകത്തുള്ള പ്രശ്നം, എസ്റ്റേർഡ് ഇമോഷൻ. നമ്മളിങ്ങനെ ഈ വികാരങ്ങളെ ഇളക്കി വിട്ടാൽ വിത്തൗട്ട് റൂട്ടഡ് ട്രൂത്ത്, അടിസ്ഥാനമുള്ള വേരുള്ള സത്യത്തിൽ ഉറയ്ക്കാതെ ഈ വികാരങ്ങളെ മാത്രം നമ്മൾ ഇളക്കി വിട്ടാലുള്ള കുഴപ്പം, ദാറ്റ് വിൽ പ്രൊഡ്യൂസ് അൺസ്റ്റേബിൾ ബിലീവേഴ്സ്. എന്താണ്? ഒരു ഉറപ്പില്ലാത്ത വിശ്വാസികളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇന്ന് പ്രത്യേകിച്ച് പുതിയ സഭകളിലെല്ലാം ഞാൻ കാണുന്നൊരു സത്യം, ഈ വചനത്തിൻ്റെ അടിസ്ഥാനമില്ല. അതുകൊണ്ട് എന്താ, ഒരു ഇളക്കപ്പെരുപ്പമുണ്ട്. അതുകൊണ്ട് എന്താ, ഒരു ഉറപ്പില്ലാത്ത ഒരു വിശ്വാസ സമൂഹത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ബി മൂവ്ഡ്. മൂവ്ഡ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്താണ്? എനിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ, ഐ വാസ് മൂവ്ഡ്. ഞാൻ ഇളകിപ്പോയി. പക്ഷേ യെറ്റ് അൺചേഞ്ച്ഡ്. ഐ വാസ് മൂവ്ഡ് ബട്ട് അൺചേഞ്ച്ഡ്. എനിക്ക് ഒരു മാറ്റവും വന്നില്ല. ഐ ഷൗട്ടഡ്. ഞാനിത് വായി തുറന്നു ഉറക്കെ ഉച്ചത്തിൽ ഞാൻ പാടി, ഉച്ചത്തിൽ സ്തുതിച്ചു, ഉറക്കെ. ഓക്കെ, നല്ല കാര്യം. യു ക്യാൻ ഷൗട്ട് യെറ്റ് റിമെയിൻ ബൗണ്ട്. എന്താണ്? ഞാൻ പിശാച് എന്നെ കെട്ടി വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുക. പക്ഷെ ആ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? എനിക്ക് ഷൗട്ട് ചെയ്യാം. നമ്മളതിന് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉറക്കം നീ എന്ത് ചെയ്യലും, ഉച്ചത്തിൽ നീ പാടിയാൽ, ഉച്ചത്തിൽ സ്തോത്രം ചെയ്താൽ നിൻ്റെ ബന്ധന വഴിയും ചങ്ങല പൊട്ടും. അത് ഒരു വർഷം ശരിയായിരിക്കാം, ഇല്ല ഞാൻ അതിനി വഴക്കുണ്ടാക്കട്ടെ. പക്ഷെ ഒറ്റ പ്രശ്നം, നമ്മൾ ഉറക്കെ വിളിക്കുന്നുണ്ട്, ഉറക്കെ സ്തുതിക്കുന്നുണ്ട്, ഉറക്കെ പാട്ട് പാടുന്നുണ്ട്, ഉച്ചത്തിൽ കൈയടിക്കുന്നുണ്ട്, പക്ഷേ അകത്തൊരു വ്യത്യാസവും വരുന്നില്ല, ഇപ്പോഴും കെട്ടപ്പെട്ട് തന്നെ ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം കൈയടിച്ചിട്ടും ഉറക്കെ പാടിയിട്ടും ഉറക്കെ സ്തുതിച്ചിട്ടും എന്താ എൻ്റെ ചങ്ങല പൊട്ടാത്തത്?
അതിൻ്റെ അർത്ഥം ഉറക്ക കൈയടിക്കുന്നതുകൊണ്ട് ഉറക്ക പാടുന്നതുകൊണ്ടല്ല ചങ്ങല പൊട്ടുന്നത്. വചനം ധ്യാനിച്ച് വചനം പ്രമാണിച്ച് നടന്നാൽ ചങ്ങല പൊട്ടും. അതിനൊരു ആമേൻ പറയാമോ? ഇന്ന് വചനവും ധ്യാനിക്കേണ്ട, വചനവും പ്രമാണിക്കേണ്ട, ഉറക്കം എന്ത് ചെയ്യണം? അതിന് കുറച്ച് പറ്റിയ വർഷിപ്പ് ലീഡർമാരും ഉണ്ട്. ഇവിടെ അങ്ങനെ ഇല്ലാത്തതിനായിട്ട് സ്തോത്രം. നാളെ അങ്ങനെ വല്ല ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടും. കൈകളെ കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം കൈകളെ എടുത്താട്ടെ. കൈകളെന്ത് ബാഗ് വെച്ചോണ്ടോന്ന്. കൈകളെ കൊണ്ടുവന്നവരൊക്കെ കൈകളെ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങാം നോക്ക്, അല്ലേ? നമ്മുടെ മറ്റേ പാസ്റ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ അങ്ങ് ഒരു പെരുക്ക് അങ്ങോട്ട് പെരുക്കുകയാണ് ശരിക്കും പറഞ്ഞ്. ഈ പെരുക്കെല്ലാം കഴിയുമ്പോഴും നമ്മൾ വി ആർ സ്റ്റിൽ ബൗണ്ട്. എൻ്റെ പാപ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഇതാണ് സത്യം പ്രിയപ്പെട്ടവർ. വഞ്ചിക്കപ്പെടരുത്, അല്ലേ? ഇമോഷൻസിലൊന്നുമല്ല കാര്യം, നമ്മുടെ ഉച്ചത്തിലുള്ള അലർച്ചയല്ല കാര്യം. ദൈവവചനത്തെയും ദൈവത്തെയും അനുസരിക്കാൻ തുടങ്ങുന്നതാണ് കാര്യം. ആ അനുസരണമാണ് എന്നെ എന്നെ വിടുവിക്കുന്നത്. ആ അനുസരണമാണ് എന്നെ വിടുവിക്കുന്നത്. വി ക്യാൻ ഗ്യാദർ, നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നത് നല്ല കാര്യം. ബട്ട് സംടൈംസ് നെവർ ഗ്രോ, വളർച്ചയില്ല, അല്ലേ? കൂട്ടായ്മ ഇഷ്ടം. ഇപ്പം ഈ സഭയിൽ എനിക്കിപ്പോൾ ഒരു പേടി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കൂട്ടായ്മകളുണ്ട് ഇപ്പം, പലതരം കൂട്ടായ്മകളാണ് നിങ്ങൾ ഈ പറയുന്നത്. പക്ഷേ എല്ലാ കൂട്ടായ്മയിലും നിങ്ങൾ വരുന്നു. നിങ്ങൾ SS ഫെലോഷിപ്പിലുണ്ട്, വിമൻസ് ഫെലോഷിപ്പിലുണ്ട്, യങ് കപ്പിൾസ് ഫെലോഷിപ്പിലുണ്ട്, ഈ പറഞ്ഞ പോലെ എല്ലാ ഫെലോഷിപ്പിലും ഉണ്ട്. പക്ഷേ സ്റ്റിൽ യു വിൽ നോട്ട് ഗ്രോ സംടൈംസ്. അതിൻ്റെ അർത്ഥം എനിക്ക് വളർച്ചയില്ലെങ്കിൽ ഞാൻ ഗ്യാദർ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ ഞായറാഴ്ചയും കൃത്യം ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും പാസ്റ്ററെ. ഓ, എത്ര നാളായിട്ട് വരുന്നു? ഞാൻ ഇത്ര വർഷമായിട്ട് വരുന്നു. ഐ ഗ്യാദർ. പക്ഷേ ആർ യു ഗ്രോയിങ്? എൻ്റെ ചോദ്യം, ആർ യു ഗ്രോയിങ്? വളരുന്നുണ്ടോ? ആ പഴയ സ്വഭാവങ്ങൾ ഇപ്പോഴും എനിക്ക് വിട്ടുമാറാതെ എന്നെ പിന്തുടരുന്നുണ്ടോ? ഞാൻ പണ്ട് വലിയ മുൻകോപിയായിരുന്നു. ഇപ്പോഴും അതേ കോപത്തിന് ഒരു കുറവുമില്ല, ഒന്ന് കൂടിയിട്ടേ ഉള്ളോ. ഞാൻ പക്ഷേ കൃത്യമായിട്ട് ഗ്യാദർ ചെയ്യുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തത്, ഡിസെപ്ഷൻ ഇൻസൈഡ് ദ ചർച്ച്. ദ തേർഡ് തിങ്, എറ്റേണിറ്റി ഹാസ് ബീൻ ഫൊർഗോട്ടൺ. എന്താണ്? നിത്യത മറന്നുപോയിരിക്കുന്നു. ഇപ്പം ദൈവസഭയിൽ വരുമ്പം നിത്യതയെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. നിത്യതയെപ്പറ്റി ഒരു പ്രസംഗം കേൾക്കുന്നില്ല. നിത്യത എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെന്നും ആ നിത്യതയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങണമെന്നും എന്നുള്ള പ്രസംഗങ്ങൾ നമ്മളിന്ന് കേൾക്കുന്നില്ല. കാര്യം ഇന്ന് ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു പോയി. എവിടെ നിന്ന്? എറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ നിത്യജീവൻ എന്നുള്ളതിൽ നിന്ന് ടെമ്പററി ഗെയിൻ, ഒരു താൽക്കാലിക നേട്ടം എന്ന കാര്യത്തിലായി. ഇപ്പം നിങ്ങളൊരാളോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ പലരും സുവിശേഷം പറയുന്നവരോടുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരാളോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ പലരുടെയും സുവിശേഷം ഒന്ന് ശ്രദ്ധിച്ചപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിക്കും. ബ്രദറിൻ്റെ പ്രശ്നം തീരും, ബ്രദറിൻ്റെ കടവല്ലേ അത് തീരും, സിസ്റ്ററിൻ്റെ അസുഖമല്ലേ അത് തീരും, ബ്രദർ മോടെ കാര്യം നടക്കും, മോൻ്റെ കാര്യം നടന്നൊന്ന് കൂട്ടിക്കോ, ഇതെല്ലാം യേശു പരിഹരിച്ചു തരും. നിങ്ങൾ എവിടെ വരണം? നിങ്ങൾ മണ്ണന്തല അടുത്ത ഞായറാഴ്ച വരണം. ഈ പാവം നിങ്ങളുടെ കൂടെ കയറി വരും. ഇവിടെ കയറി വന്നപ്പോൾ ബാക്കിയൊക്കെ കൊള്ളാം, പാട്ടൊക്കെ കൊള്ളാം, വചനമൊക്കെ കൊള്ളാം, ആൾക്കാരൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്, കൊള്ളാം. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് ആരോ പറഞ്ഞത്, പിന്നെ ഇവിടെ വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും സ്നാനപ്പെടണം. എന്തിനാണ്? അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഓ ശരി, കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. പിന്നെ ഇവിടെ കയറി വന്നപ്പോഴാണ് ഒരു ഞായറാഴ്ച ഇവിടെ എന്ത് രോഗം മൂടിയിട്ടിരിക്കുന്നത്. ആരെ ചത്തുപോയാ? മൂടിയിട്ടി അല്ല, അവിടെ അപ്പവും വീഞ്ഞും ഒക്കെ വെച്ചിരിക്കുന്നത്. അതെന്തിനാണ്? അത് നിങ്ങൾ സ്നാനപ്പെട്ടില്ലേ? ഓ, അവിടെ നിങ്ങൾക്ക് പോയി ഇതെടുക്കാം. ഓ, കാരണം ഇനിയിപ്പം കടം മാറാൻ ഇനി ഇതെടുത്തില്ലെങ്കിൽ ചിലപ്പം മാറിയില്ലെങ്കിലോ. നമ്മളിതെല്ലാം ഈ എക്സസൈസ് എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ എൻ്റെ ചോദ്യം, വേർ ഈസ് എറ്റേണിറ്റി ഇൻ ഓൾ ദീസ് തിങ്സ്? ഇന്ന് നീ മരിച്ചാൽ നീ കർത്താവിൻ്റെ രാജ്യത്ത് പോകുമെന്നുള്ള ഉറപ്പുണ്ടോ? അതില്ല. നമ്മളോട് ആരോ പറഞ്ഞു ടെമ്പററി ഗെയിൻസ്, താൽക്കാലിക നേട്ടങ്ങൾ പറഞ്ഞാണ് നമ്മളെ കർത്താവിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരെ, വലിയ അപകടമാണ്. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ക്രിസ്തുവിൻ്റെ അടുത്ത് വരേണ്ടത്. താൽക്കാലിക നേട്ടങ്ങൾ കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ല എന്നിരിക്കും. തുറന്നു പറയുക, കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ല എന്നിരിക്കും. രോഗം ചിലപ്പോൾ മാറിയെന്നിരിക്കും, മാറിയില്ല എന്നിരിക്കും. കടം മാറിയെന്നിരിക്കും, മാറിയില്ല എന്നിരിക്കും. വീട് കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ല എന്നിരിക്കും.
പക്ഷേ നിത്യജീവൻ എനിക്ക് കിട്ടും. ഞാൻ ഇവിടെ കണ്ണടച്ചാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കണ്ണുറക്കും. ഞാൻ നിത്യത എൻ്റെ കർത്താവിനോടൊപ്പം ആയിരിക്കും. ഞാൻ ഈ ലോകത്തോടൊപ്പം നശിച്ചു പോവുകയല്ല. എൻ്റെ പ്രാണന് നിത്യജീവൻ എൻ്റെ കർത്താവ് തരും. ഇതാണ് സുവിശേഷം പ്രിയപ്പെട്ടവരെ. ഇത് പറഞ്ഞില്ല എങ്കിലുള്ള പ്രശ്നം, വി ഹാവ് ടോട്ടലി ഫർഗോട്ടൺ എറ്റേണിറ്റി. നിത്യത നമ്മൾ മറന്നുപോയി പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം എന്നാണ്, രാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണ് യേശു പറഞ്ഞത്. അപ്പോസ്തലന്മാർ പറഞ്ഞതും രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമ്മൾ പറയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പൗർവഷന് ഞാൻ ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള ബൈബിൾ സ്റ്റഡി എടുത്തപ്പോഴാണ് ഒരുപാട് പഠിച്ച് പ്രിപ്പയർ ചെയ്തു. അപ്പോഴാണ് ഞാനും ആലോചിച്ചു, ദൈവമേ, വേർ ഇസ് ദ കിങ്ഡം ഗോസ്പൽ നൗ ഡേയ്സ്? ഈ കാലങ്ങളിൽ എവിടെയാണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പറയുന്നത്? ഇല്ല, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എല്ലാവരും കേൾക്കും. ഇല്ലേ, നിൻ്റെ രാജ്യം വരണമേ, ഇതാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ള നിൻ്റെ രാജ്യം വരണമേ. ഇല്ലേ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഇന്ന് ഇതൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. നമ്മളെല്ലാം ഓരോ കുട്ടി സഭയും പിടിച്ചുകൊണ്ട് അതിനകത്ത് കുത്തി ഇരുന്ന് എന്താണ്, ഓരോ തുരുത്തുകളിൽ കിണറിലെ തവള പോലെ നമ്മൾ കിടക്കുക. ശരിക്കും പറഞ്ഞാൽ ദ കിങ്ഡം ഈസ് മച്ച് ബിഗർ ദാൻ വി തിങ്ക്. ദൈവരാജ്യം വലുതാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരു ദൈവരാജ്യ ചിന്താഗതിയിലേക്ക് നമുക്ക് വളരാൻ പ്രിയപ്പെട്ടവരെ. അതിനാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ഈ കിങ്ഡം ഗോസ്പൽ അല്ലെങ്കിൽ മെസ്സേജ് ഓഫ് ദ കിങ്ഡം ഹാസ് ബീൻ റിഡ്യൂസ്ഡ്. അതിനങ്ങ് താഴ്ത്തിക്കൊണ്ടുവന്ന് എന്തിലേക്ക്? ടു കംഫർട്ട്, ടു സക്സസ് ആൻഡ് വിസിബിൾ ബ്ലെസ്സിങ്സ്. കാണത്തക്ക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് സ്കൂട്ടറൊക്കെ മാറ്റിയൊരു കാറുകളൊക്കെ വാങ്ങിക്കണ്ടേ? ഓ, ഇപ്പോഴും മാരുതി 800 ഓടിച്ചുകൊണ്ടിരുന്നാൽ മതിയാ? ഇത്തിരി വലിയ കാറൊക്കെ വാങ്ങിക്കണ്ടേ? സൗരി മുകളിലത്തെ നില പണിയണ്ടേ? ഇത്ര നാൾ ഈ ഒറ്റ പിള്ളേരൊക്കെ വലുതായി വരുന്നു, കെട്ടിച്ച് മുകളിലൊരു ബെഡ്റൂം കൂടെ വേണ്ടേ? അടുത്ത 4 സെൻറ്റും കൂടെ അത് കൊടുക്കുമെന്നെങ്കിൽ നമുക്കത് വാങ്ങിച്ചിങ്ങ് കൂട്ടിക്കൂടെ? 2 കാറും കൂടെ ഒക്കെ ഇടാമല്ലോ അവിടെ. ഇച്ചിരി പച്ചക്കറിയൊക്കെ നടാം, വേസ്റ്റൊക്കെ കത്തിക്കാം, അല്ലേ? ഈ ലോകത്തിൽ പിന്നെയും 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 എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കൂട്ടുന്നതാണ് കാര്യം. നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവർ, ഇതൊന്നുമല്ല കാര്യം. പക്ഷേ ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തൊന്നും ഈ പറഞ്ഞാൽ കെട്ടിപ്പൊക്കാനല്ല. ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാനാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം സഭയെ വിളിച്ചിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പൊക്കാനല്ല. സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് നിത്യതയിലേക്ക് ആത്മാക്കളെ ഒരുക്കിയെടുക്കുന്നൊരു സ്ഥാപനമാണ് ദൈവസഭ. നിങ്ങൾ ഞായറാഴ്ച ഇവിടെ വന്നോ, പക്ഷേ നിത്യതയിൽ നിങ്ങൾ കാണപ്പെട്ടില്ലെങ്കിൽ ഈ ഞായറാഴ്ച ഇവിടെ വന്നുകൊണ്ട് എന്താ ഗുണം? ഞാൻ തുറന്നു പറയാം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങളുടെ നെഞ്ചു പിടിക്കുന്നുണ്ട്. ദൈവമേ, ജനത്തെ എല്ലാം നീ കൊണ്ടുവരുന്നു, ഇവരെല്ലാം നിത്യതയിൽ കാണപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ ഈ ചെയ്ത പണി കച്ചിത്തുറു കത്തിപ്പോയതുപോലെ അങ്ങ് കത്തിപ്പോത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നിത്യതയിൽ കാണപ്പെട്ടാൽ അത് നല്ല വിലയേറിയ കല്ലുകൊണ്ട്, സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട് പണിതതുപോലെ ഇരിക്കും. കാര്യം അത് അഴിഞ്ഞു പോവുകയില്ല. പക്ഷെ അല്ലാത്ത പണിയെല്ലാം എന്തു ചെയ്യും? തീയിലൂടെ കയറ്റിവിടുമ്പോൾ അതങ്ങ് കത്തിപ്പോവും. ഇന്ന് ഇത് ആ ഒരു വാക്യമൊക്കെ വായിക്കുമ്പം സത്യം പറഞ്ഞാൽ ഉള്ളം കിടുങ്ങുന്നു പ്രിയപ്പെട്ടവരെ. മത്തായി 6:33 അവിടെ ശ്രദ്ധിക്കണം. മത്തായി അവന്റെ രാജ്യവും നീതിയും മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെയാ ഇതൊക്കെയും? ഏതൊക്കെയും? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, അല്ലേ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരം. പണ്ടൊരു ഒരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ, മോനെ, ഞാനൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിപ്പോയി, എന്ത് തിന്നും, എന്ത് ഉടുക്കും, എവിടെ കിടക്കും, ഇതൊക്കെയായിരുന്നു പ്രശ്നം. ഇപ്പം ദൈവം എല്ലാം തന്നു. ഒരു വീട്ടിൽ ചെന്നാൽ മേശപ്പുറത്ത് എല്ലാം വയ്ക്കും. ഇതെല്ലാം ഇതിലേത് തിന്നും? പണ്ട് എന്ത് തിന്നുമെന്നുള്ളതായിരുന്നു വലിയ കൺസേൺ. ഇപ്പോൾ ഏതാണ്? എല്ലാം ഉണ്ട്. ഷുഗറാ, പിന്നെ കൊളസ്ട്രോള്, പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒന്നും തിന്നാൻ വയ്യ. ആദ്യം ദൈവരാജ്യം അങ്ങ് അന്വേഷിച്ചാൽ എല്ലാം തിന്നാം. നമ്മൾ ഈ ദൈവരാജ്യം വിട്ടിട്ട് ഈ തിന്നാൻ വേണ്ടി ഓടി കാരണം ഇപ്പോൾ ഒന്നും തിന്നാൻ വയ്യ. ഞാൻ തുറന്നു പറയാം പ്രിയപ്പെട്ടവരെ, സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം. ഇതൊരു സജഷനല്ല, ഇറ്റ്സ് എ പ്രയോറിറ്റി. എന്താണ്? കഴിയുമെങ്കിൽ ദൈവരാജ്യം കൂടെ ബ്രദറൊന്ന്
അന്വേഷിച്ചേക്കണം കേട്ടോ. അങ്ങനെയല്ല, ദൈവരാജ്യമാണ് മുന്നമേ അന്വേഷിക്കേണ്ടത്. ദൈവസഭയിൽ വരുന്ന നിങ്ങളെല്ലാവരോടും 2 കൈയും കൂപ്പിക്കൊണ്ട് പറയാം, നമുക്കൊരുമിച്ച് ദൈവരാജ്യം അന്വേഷിക്കാൻ പ്രിയപ്പെട്ടവരെ. ലെറ്റ്സ് സീക്ക് ഹിസ് കിങ്ഡം ഫസ്റ്റ്. കിങ്ഡം പ്രയോറിറ്റി നമുക്കുണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നിത്യത എൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഗോൾ അല്ലേ, അല്ലെങ്കിൽ ഹോളിനെസ് വിൽ ബിക്കം ഓപ്ഷണൽ. എന്താണ് വിശുദ്ധി? പിന്നെ ഓപ്ഷണൽ. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശുദ്ധനായിട്ട് ജീവിക്കണം, ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഇന്ന് പലപ്പോഴും വിശുദ്ധിയെപ്പറ്റി ഒരു നല്ല പ്രസംഗം കേട്ടിട്ട് എത്ര ആളായി? പറഞ്ഞേ, വിശുദ്ധിയെപ്പറ്റി ഒരു നല്ല പ്രസംഗം ഒരു ടി വിയിൽ കേട്ടിട്ട് എത്ര ആളായി? വിശുദ്ധിയെപ്പറ്റി വാട്സാപ്പിൽ യൂട്യൂബിൽ ഒരു നല്ല പ്രസംഗം കേട്ട് എത്ര ആളായി? ഇനി വിശുദ്ധിയുടെ കൂടെ പണ്ട് വേറൊരു വാക്കും കൂടെ ഉണ്ടായിരുന്നു. അതിപ്പം അതിൻ്റെ പേരും പറഞ്ഞ് എല്ലാവരും കൂടെ പെന്തിക്കോസ്തരെ അടിക്കാൻ നടക്കുക. ഇപ്പം പെന്തിക്കോസ്തർ ആ വാക്ക് നിർത്തി കേട്ടോ. എന്താണ്? വിശുദ്ധിയും വേർപാടും. പണ്ട് ഇത് സ്ഥിരം കേൾക്കുന്ന 2 വാക്കുകളായിരുന്നു, വിശുദ്ധിയും വേർപാട്. ഇന്ന് ഈ 2 പദവും ഇന്ന് കേൾക്കുന്നില്ല. കാര്യം നിത്യത അല്ല നമ്മുടെ ഗോളെങ്കിൽ ഈ വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം നമ്മൾ പിന്നെ കൊടുക്കത്തില്ല. അടുത്തത് റിപ്പൻറ്റൻസ് ബിക്കം റെയർ. എന്താണ് ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? അത് വല്ലപ്പോഴും. ഈ മാനസാന്തരം എന്ന് രക്ഷിക്കപ്പെടുന്ന ആദ്യ പ്രാർത്ഥനയല്ല മാനസാന്തരം. ഓരോ ദിവസവും ഓരോ പ്രാവശ്യം വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാവണം? മാനസാന്തരം ഉണ്ടാവണം. അത് റെയർ ഒരു ഇഷ്യൂ അല്ലത്. ദാറ്റ് ഷുഡ് ബി യുവർ ഡെയിലി ഇഷ്യൂ. ഓരോ പ്രാവശ്യം ദൈവവചനം വായിക്കുമ്പോൾ ഇതിലൂടെ എന്തെങ്കിലും ദൈവത്തിന് നമ്മളോട് പറയാൻ കാണും. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാനസാന്തരപ്പെടാനോ തിരുത്താനോ കാണും പ്രിയപ്പെട്ടവരെ. അടുത്തത് സാൽവേഷൻ ബിക്കംസ് ട്രാൻസാക്ഷണൽ എന്ന് പറയും. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. എ ഗോസ്പൽ ദാറ്റ് ഡസ് നോട്ട് പ്രിപ്പയർ പീപ്പിൾ ഫോർ എറ്റേണിറ്റി ഈസ് ഇൻകംപ്ലീറ്റ്. എന്താണ്? എ ഗോസ്പൽ ദാറ്റ് ഡസ് നോട്ട് പ്രിപ്പയർ പീപ്പിൾ ഫോർ എറ്റേണിറ്റി ഈസ്. ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒന്ന് അതിനകത്തുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ഇതെല്ലാം ഞങ്ങൾ വളരെ വിസ്തരിച്ച് ഞങ്ങൾ പഠിച്ച വിഷയങ്ങളാണ്. എ ഗോസ്പൽ ദാറ്റ് ഡസ് നോട്ട് പ്രിപ്പയർ പീപ്പിൾ ഫോർ എറ്റേണിറ്റി ഈസ് ഇൻകംപ്ലീറ്റ്. നമ്മൾ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾ ഫുൾ ഗോസ്പലാണ്. ചർച്ച് ഓഫ് ഗോഡ് ബ്രാക്കറ്റ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ. പൂർണ്ണ സുവിശേഷ സഭയാണ് ഞങ്ങൾ. എന്താണ് ഈ ഫുൾ ഗോസ്പൽ? പറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാത്ത സുവിശേഷം ഫുൾ ഗോസ്പൽ അല്ല അല്ലേ? നമ്മുടെ ഫുൾ ഗോസ്പൽ ഏതാണ് സാറേ? മീശ പാടില്ല സിസ്റ്ററെ, ഇതൊക്കെ അത്ര ശരിയല്ല. പിന്നെ ഈ കളറൊക്കെ തന്നെ ഇതുപോലെ വെള്ളം എടുത്തുകൊണ്ട് വരണം. ഉണ്ടോ? നമ്മുടെ ഫുൾ ഗോസ്പലായി. എന്താണ്? നിങ്ങൾ മാല ഊരി മീശ എടുത്ത് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഗോസ്പൽ. ബാക്കിയൊക്കെ അരയും ക്വാർട്ടറും ഒക്കെയാണ് അല്ലേ? എന്തൊരു കഷ്ടമാണ്. നിത്യതയ്ക്ക് ലാക്കാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരു സുവിശേഷം അപൂർണമാണ്. ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്. 5 മിനിറ്റും കൂടെ ഉള്ളൂ, പെട്ടെന്ന് ഞാൻ പറയാം. 4-മത്തെ കാര്യം, ഡിസേൺമെൻറ്റ്. ഇന്നത്തെ കാലത്ത് സഭയിലെ ഏറ്റവും വലിയ വഞ്ചനയാണ്. എന്താണ് ഡിസേൺമെൻറ്റ്? എന്താണ്? വിവേചനം ഈസ് ഡെഡ്. ഇന്ന് സഭകളിൽ വിവേചനം എന്നൊരു പരിപാടി ഇല്ല. അതൊരു വരമാണെന്ന് ഓർക്കണം ഒന്നാമത്. ഇനി ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സഭയിലൊക്കെ വിവേചനം വിട്, അതൊരു ആത്മീയ വരവാണ്, ആത്മാവിൻ്റെ വരവാണ്. കോമൺ സെൻസ് പോലും ഇല്ലല്ലോ എന്ന് ആലോചിക്കും. കോമൺ സെൻസ്, സാമാന്യ വിവരം മതി ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസേൺ ചെയ്തെടുക്കാൻ. അതുപോലും ഇന്ന് ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് സഭയുടെ അവസ്ഥ. ഈ ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇൻ്റലിജൻസ്. ഈ നമ്മൾ പറയാറുണ്ട് മോറൽ പോലീസിങ്, സദാചാര പോലീസ് അല്ലേ? ഇതുപോലെ സഭയ്ക്കകത്തും ഈ പറഞ്ഞ ചിലരങ്ങ് ഡിസേൺമെൻറ്റിൻ്റെ പേരിൽ ഇങ്ങനെ ഈ പുള്ളിക്കാരത്തി ശരിയല്ല എന്നിട്ട് പറയുന്നത് എനിക്കങ്ങനെ തോന്നി. അങ്ങനെ ഡിസേൺ ചെയ്യുന്ന കാര്യമല്ല. ഇറ്റ്സ് നോട്ട് ഇൻ്റലിജൻസ്. ആക്ച്വലി ഇറ്റ് ഈസ് എ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. ഒരു ആത്മീയമായ ഒരു സെൻസിറ്റിവിറ്റിയാണ്. എന്താണ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻറ്റിമസി വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള എൻ്റെ അടുപ്പത്തിൽ നിന്ന്
എനിക്ക് ചില കാര്യങ്ങൾ വിവേചിച്ചെടുക്കാൻ കഴിയും. ഒരാത്മീയനാണെങ്കിൽ നീ വിവേചിക്കും. നിന്നെ ആരും വിവേചിക്കത്തില്ല, പക്ഷെ ആത്മീയനാണെങ്കിൽ എന്ത് ചെയ്യും? നീ വിവേചിക്കും. ഇന്ന് സഭയിൽ എന്തൊക്കെ നടന്നിട്ടും ആർക്കും ഒന്നും വിവേചിച്ചെടുക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താ? ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്നാണ് ആ ഒരു സെൻസിറ്റിവിറ്റി എനിക്ക് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം, കർത്താവേ വിവേചന വരെ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ദൈവമേ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാർ എന്ന് പറഞ്ഞ പോലെ എനിക്ക് കർത്താവെ വിവേചിച്ചെടുക്കണം കാര്യം. എല്ലാം കേട്ടതെല്ലാം നമ്മൾ വിഴുങ്ങണ്ട, കാണുന്ന എല്ലാം നമ്മൾ വിശ്വസിക്കണ്ട. ഇതിലേതാണ് സത്യം, ഏതാണ് വചനത്തിലുള്ളത്, ഏതാണ് ദൈവികം എന്നുള്ളത്, ഏതാണ് ശരിയായ ആത്മാവിലുള്ള ശുശ്രൂഷ, ഇതൊക്കെ വിവേചിച്ചെടുക്കണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് എവിടെയും പോയി കോഴ്സ് പഠിക്കേണ്ട. ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി ഉണ്ട്. അതാണ് എന്നെ സഹായിക്കുന്നത്. സഹോദരിമാരെ, നിങ്ങളെ പൊക്കാൻ വേണ്ടി പറയാലോ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്കൊരു സാധനമുണ്ട്, പക്ഷെ അത് വിവേചനമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരു 6th സെൻസ് ഉണ്ട്. അത് ഞങ്ങൾ ഈ ഭർത്താക്കന്മാർ പാവങ്ങൾ ചെന്ന് വല്ല ബിസിനസ് തുടങ്ങുമോ ചെല്ല കുഴി ചാടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ തുടങ്ങുമ്പം ഇവരിരുന്നോണ്ട് പറയും, എനിക്കതങ്ങോട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല. അവസാനം നമ്മൾ പൊളിഞ്ഞു വരുമ്പം ഞാൻ അന്നേ പറഞ്ഞില്ലേ. അതെങ്ങനെ അറിയാമായിരുന്നു? അത് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞ് അവർക്കൊരു നമുക്കില്ലാത്തൊരു 6ാം ഇന്ദ്രിയമുണ്ടെന്ന്. അതെനിക്കറിഞ്ഞുകൂടാ, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് 6ാം ഇന്ദ്രിയമല്ല സഭയിൽ വേണ്ടത്, നമുക്ക് ഡിസേൺമെൻറ്റ് സ്പിരിറ്റ് വേണം. ദ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ് നമുക്ക് സഭയിൽ വേണം, അല്ലേ? അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്നൊരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റിയാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങും, കർത്താവേ എനിക്ക് അങ്ങയോടുള്ള അടുപ്പത്തിൽ നിന്ന് എനിക്ക് ആത്മീയമായിട്ട് കാര്യങ്ങളെ വിവേചിക്കാനുള്ളൊരു കൃപ തരണമേ. ഇനി അന്ത്യകാലമാണ്, ഇനി സഭയിൽ ഈ കൃപാവരം നമുക്കില്ല എങ്കിൽ നമ്മൾ പെട്ടുപോകും. കാര്യം ഇനി എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഇനി ലോകത്തെ സംഭവങ്ങളല്ല ഇപ്പം നമ്മൾ പറയുന്നത്, സഭയ്ക്കുള്ളിലുള്ള വഞ്ചനകളാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള അന്ത്യകാലത്ത് സഭയ്ക്കുള്ളിൽ ഈ വഞ്ചനകളെ തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ വളരെ സെൻസിറ്റീവായിരിക്കണം. അതിന് പറയുന്ന പേരാണ് ഡിസേൺമെൻറ്റ്. ഇന്നത്തെ പ്രശ്നം ഈ തെറ്റേത് ശരി ഏതെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, സ്പിരിറ്റ്സ് ഗൈഡൻസ് നമുക്കില്ല. ആത്മാവിൻ്റെ നടത്തിപ്പില്ലാത്തതുകൊണ്ടാണ് തെറ്റേത് ശരി ഏതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? എവറി വോയിസ് ഈസ് അക്സെപ്റ്റഡ്. ആര് പ്രസംഗിച്ചാലും അക്സെപ്റ്റ് ചെയ്ത്, ഏത് പ്രസംഗവും ഓക്കെ. എവറി ക്ലെയിം ഈസ് ബിലീവ്ഡ്. എവറി ക്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുക്കുക. ഓ, ഇവിടെ നിന്നുകൊണ്ട് ഏറ്റെടുക്കാൻ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ സാറിന് ഇത് പ്രസംഗം കേൾക്കുമ്പോൾ അവസാനം നിങ്ങൾ പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ഞങ്ങളിന്ന് കേട്ടതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ടായ കാലം മുഴുവൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എന്താ സംഭവിച്ചത്? ഏറ്റെടുത്ത് എല്ലാം കിട്ടിയോ? കിട്ടിയില്ലല്ലോ. ആലോചിക്കുക, നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ എന്തൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചൊന്നും കിട്ടിയില്ല. കാര്യം ആ ക്ലെയിം വാസ് നോട്ട് സപ്പോസ് ടു ബി ബിലീവ്ഡ്. അത് വിവേചിക്കേണ്ടിയായിരുന്നു, അല്ലേ? എവ്രി മാനിഫെസ്റ്റേഷൻ ഈസ് സെലിബ്രേറ്റഡ്. ഇന്നത്തെ ഡിസേൺമെൻറ്റ് ഇല്ലാത്ത കാരണം എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു പ്രകടനം, ഒരു ആത്മീയ പ്രകടനം ഉണ്ടായാൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങ് ഹൈലൈറ്റ് ചെയ്യുക. ഒരാൾ പ്രവചിച്ചു എന്തെങ്കിലും ഒരു സാധനം വരും, അതങ്ങ് നടന്നു, ഹോ എന്തു പറ്റി? അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ അല്ല. കാര്യം അവിടെ ഡിസേൺമെൻറ്റ് നമുക്ക് വേണം, അല്ലേ? എല്ലാം അങ്ങ് ആത്മീയമാണെന്നും എല്ലാം ആത്മാവിൻ്റെ പ്രവൃത്തിയാണെന്നും പറയരുത്. എല്ലാ മാനിഫെസ്റ്റേഷൻസിനെയും ഈ പറഞ്ഞ ദൈവികമൊന്നും പറയരുത് പ്രിയപ്പെട്ടവരെ. എനിക്ക് ഇച്ചിരി കൂടെ കടത്തി പറയണമെന്നുണ്ട്, പക്ഷേ ഓൺലൈൻ ആയതുകൊണ്ട് എന്നെ തന്നെ ഞാനങ്ങ് അടക്കുക. ചിലപ്പോഴെങ്കിലും അങ്ങനെ അടക്കേണ്ടി വരുന്നു. മത്തായി 24:11 യേശു ഒരു വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണം, നിൻ്റെ വരവിൻ്റെ അടയാളമെന്ത്, ലോകാവസാനത്തിൻ്റെ അടയാളമെന്ത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, കള്ളപ്രവാചകന്മാർ പലരും വരും, അനേകരെ തെറ്റിക്കും. കണ്ടോ, അവിടെ 2 പദം ശ്രദ്ധിക്കണേ. പലരും, അതിൻ്റെ അർത്ഥം ഒരാളല്ല, വല്ലപ്പോഴും അല്ല, പലരും വരും. അടുത്തത് ആരെ തെറ്റിക്കും? ചിലരെ അല്ല, അനേകരെ തെറ്റിക്കും. അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. ഇത് സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കണം. ഈ ഡിസേൺമെൻറ്റ്, ഈ വിവേചനം ചത്തുപോകുന്നത് എപ്പോഴാണെന്നറിയാമോ? വെൻ ദ വേർഡ് ഈസ് ഇഗ്നോർഡ്. ഈ വചനത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ, ഇതിനെ നമ്മൾ മുഖവിലക്കെടുക്കാതെ മാറ്റിവെച്ചാൽ ഈ
വിവേചന വരം നമുക്ക് നഷ്ടപ്പെടും. 2, വെൻ പ്രെയർ ഇസ് ഷാലോ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം അങ്ങ് പോയാൽ പിന്നെ വിവേചിക്കാൻ പറ്റത്തില്ല. വെൻ ദ ഫിയർ ഓഫ് ഗോഡ് ഈസ് ആബ്സെൻ്റ് ഇൻ ദ ചർച്ച്, ദൈവഭയം സഭയിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ വിവേചിക്കാൻ പറ്റത്തില്ല. ഇനി ഈ വിവേചനപരം ഇല്ലെങ്കിലുള്ള വലിയൊരു കുഴപ്പം, ഡിസെപ്ഷൻ ഫീൽ ലൈക്ക് ട്രൂത്ത്. ഈ വഞ്ചന സത്യമാണെന്ന് വിചാരിക്കും. അതാണ് വലിയ അപകടം, അല്ലേ? വഞ്ചനയാണെന്നുള്ളത് വിളിച്ചു പറയാൻ ആരും കാണത്തില്ല. നിങ്ങൾ ഈ വഞ്ചനയെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് പോകും. ഏറ്റെടുത്തങ്ങ് വീട്ടിൽ കൊണ്ടുപോകും, അല്ലേ? ഏറ്റെടുത്ത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഏറ്റെടുത്ത് പിന്നെ ഇത് പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കും. എന്താണ്? ആകെ മൊത്തം ടോട്ടൽ വഞ്ചനയാണ്, ഡിസെപ്ഷനാണ്. പക്ഷേ അത് ഡിസേൺ ചെയ്യാൻ ആരും ഇല്ലാത്തൊരു കാലം വരും പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോട്ട് എവ്രി മിറക്കിൾ ഈസ് ഫ്രം ഗോഡ്. എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് പറയരുത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പറഞ്ഞേ, ദൈവത്തിൽ നിന്നല്ലാത്ത അത്ഭുതങ്ങൾ പ്രാപിക്കുന്ന എത്രയോ ലോക മനുഷ്യരുണ്ട്. ജാതികളുടെ ഇടയിൽ അത്ഭുതം നടക്കുന്നില്ലേ? ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലയിടത്തും പോയിട്ട് അവർക്ക് അത്ഭുതം കിട്ടി, അവർക്ക് ആ അത്ഭുതം കണ്ടു, ശരിയാണ്. നോട്ട് എവറി സൈൻ ഈസ് ഡിവൈൻ. എല്ലാ അടയാളങ്ങളും ആത്മീയമല്ല, ദൈവികമല്ല. ഒരു അടയാളം കണ്ടു, അത് ദൈവികമാണെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഭയ്ക്കകത്ത് അന്ത്യകാലത്തിൻ്റെ അനേകർ വന്നെന്ത് ചെയ്യും? പല അടയാളങ്ങളും, വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അന്ത്യകാലത്തിൻ്റെ കാര്യം അതെവിടെ കാണിക്കും? സഭയ്ക്കുള്ളിൽ വന്ന് കാണിക്കും. ഞാനൊരു മുന്നറിയിപ്പ് തരിക, വരുന്ന ആളുകളിൽ വ്യാജ അടയാളങ്ങൾ സഭയ്ക്കുള്ളിൽ കാണും. ഡോണ്ട് ഗ്ലോറിഫൈ ഇറ്റ്. അത് സ്റ്റേജിൽ നിന്ന് തന്നെ കാണും. ചിലപ്പം നിങ്ങളതിനെ എങ്ങനെ എടുക്കും? നോട്ട് എവറി ലൈറ്റ് ഈസ് ഫ്രം ഹെവൻ. എവിടെയെങ്കിലും ഒരു വെട്ടം അടിച്ചാൽ അതെല്ലാം സ്വർഗത്തിൽ നിന്ന് വെട്ടമാണെന്ന് പറയരുത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ, ഈ ചർച്ച് പണ്ട് തുടങ്ങിയപ്പം, വീട്ടിൽ തുടങ്ങി പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കവടിയാറിലൊരു ചെറിയ ഹാളിലോട്ട് മാറി. അപ്പോൾ അന്നത്തെ കാലത്ത് അറിയാമല്ലോ, ഒരു 100 പേര് കഷ്ടിച്ച് കൂടി വരുന്ന കാലം. അപ്പോൾ 2 അഹൂജയുടെ സ്പീക്കറും പോയി മേടിച്ച് 2-3 മൈക്കും മേടിച്ചാണ് ഇത് വെച്ചാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ ഈ പറഞ്ഞാൽ ഏതിന് എർത്ത് കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ എന്തോ കണക്ഷനൊരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മൈക്കൊക്കെ പിടിച്ച് വെച്ച് നമ്മളിങ്ങനെ പാടിയൊക്കെ നിന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്നൊരു അഭിഷേകം വരുന്നു. ഇതിലൊരു ചെറിയ കറണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ചുണ്ടിനോട് അടുപ്പിക്കുമ്പം ഒരടി. ഞാൻ കുറേ നാൾ വിചാരിച്ച് ഈ പാട്ട് പാടുമ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക അഭിഷേകം വന്നെന്ന്. അപ്പം അന്ന് പാട്ട് പാടാൻ എൻ്റെ കൂടെ നിന്നൊരു സഹോദരന് മൈക്ക് മാറിപ്പോയി, അവനും കിട്ടിയൊരു അഭിഷേകം. അപ്പോഴവനാ പറഞ്ഞ, അച്ഛാ ഇതിന് ഷോക്ക് കറണ്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് മൈക്കിൻ്റെ കറണ്ടായിരുന്നു. അവനത് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അഭിഷേകം കൊണ്ട് കുറേ നാൾ ഓടിയേനെ. ഇതെന്തിനാ പറഞ്ഞ്? ഇതൊക്കെ ഞാനങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, എൻ്റെ അബദ്ധങ്ങളായപ്പം കുഴപ്പമില്ലല്ലോ. നോട്ട് എവറി ലൈറ്റ് ഈസ് ഫ്രം ഹെവൻ. എല്ലാ വെളിച്ചവും, ചിലപ്പോൾ നിങ്ങൾ പറയാം, ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നപ്പോൾ ഒരു വലിയ പ്രകാശം. ഒരു വാക്യം വായിച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. 2 കൊരിന്ത്യർ 11:14. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. വെളിച്ചദൂതൻ എന്നൊരു ഏഞ്ചൽ ഓഫ് ലൈറ്റ്. പുള്ളിക്ക് നല്ല വെട്ടമുണ്ട്, നല്ല വെട്ടം, അല്ലേ? അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നതിനാണ് നമ്മുടെ ദൈവം. പക്ഷേ വെളിച്ചദൂതൻ എന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ അർത്ഥം നോട്ട് എവറി ലൈറ്റ് ഈസ് ഫ്രം ഹെവൻ. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻസിൻ്റെ പുറകെ പോയാൽ മെച്യൂരിറ്റി നമുക്കുണ്ടാകത്തില്ല, ഒരു പക്വത നമുക്കുണ്ടാകത്തില്ല. നോയ്സ്, വെറും ഈ പറഞ്ഞ ശബ്ദത്തിൻ്റെ പുറകെ പോയാൽ ഡെപ്ത് ഉണ്ടാകത്തില്ല, ആഴമുണ്ട്. ആരാധനയിൽ ബഹളമാവാം, പക്ഷേ ബഹളമല്ല ആരാധന. എത്ര പേർക്ക് അത് മനസ്സിലായി? ആരാധനയിൽ നമ്മൾ വളം വെച്ചെന്നിരിക്കും, പക്ഷേ ബഹളമല്ല ആരാധന. ഇന്ന് നമ്മുടെ പ്രശ്നം, എവിടെയെങ്കിലും വന്ന് കുറേ ബഹളം വയ്ക്കുമ്പം ആരാധനയായി. നമ്മൾ എക്സ്പീരിയൻസ്, അനുഭവങ്ങളുടെ പുറകെ മാത്രം പോയാൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യും? നെഗ്ലക്റ്റ് ചെയ്യും. എൻ്റെ വചനം ഞാനിവിടെ നിർത്താം പ്രിയപ്പെട്ടവരെ. വാട്ട് ഈസ് ലൗഡ് ഈസ് നോട്ട് ഓൾവേസ് ഗോഡ്, അല്ലേ? ഉറക്ക ഉച്ചത്തിൽ വലിയ ശബ്ദത്തിലുള്ളത് ദൈവത്തിൽ നിന്നാണെന്ന് പറയരുത്. ഒരിക്കലും വലിയ ഭൂകമ്പം ഉണ്ടായി, വലിയൊരു തീ, വലിയൊരു കൊടുങ്കാറ്റ്, അതിലൊന്നും ദൈവമില്ലായിരുന്നു. പിന്നീട് അവിടെ ഇരുന്നപ്പം
ഒരു നേരിയ ശബ്ദം, ആ സ്റ്റിൽ സ്മോൾ വോയിസിൽ ദൈവം ചോദിക്കുക, ഏലിയാവേ നിനക്കെന്താ ഇവിടെ കാര്യം? ഏലിയാവ് പ്രതീക്ഷിച്ചത് ആ വലിയ കൊടുങ്കാറ്റിൽ ദൈവം സംസാരിക്കുമെന്ന്. ഏലിയാവ് വിചാരിച്ചത് ആ തീക്കകത്ത് ദൈവം ഉണ്ടെന്ന്, ആ ഭൂകമ്പത്തിൽ ദൈവം ഉണ്ടെന്നാണ് വിചാരിച്ചത്. അതിനകത്തൊന്നും ദൈവമില്ലായിരുന്നു. സോ എവറിത്തിങ് നോയ്സി ഈസ് നോട്ട് ഗോഡ്, എവറിത്തിങ് അലൗഡ് ഈസ് നോട്ട് ഗോഡ്. ആൻഡ് വാട്ട് ഈസ് പോപ്പുലർ ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. എന്താണ്? പോപ്പുലറായിരിക്കാം, അല്ലേ, വളരെ പോപ്പുലറായിരിക്കാം, പക്ഷേ അത് സത്യമാവണമെന്നില്ല. ഇന്ന് സഭയിൽ പല കാര്യങ്ങളും പോപ്പുലറാണ്. അതും നമ്മുടെ സഭയിലുള്ള പല കാര്യങ്ങളും വെസ്റ്റേൺ ഇൻഫ്ലുവൻസി വന്നതുകൊണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല, അല്ലേ. അമേരിക്ക സായിപ്പ് കാണിക്കുന്നതെല്ലാം, സായിപ്പുമാരൊക്കെ ക്ഷമിക്കണം കേട്ടോ, സായിപ്പിൻ്റെ നാട്ടിൽ എന്ത് കാണിച്ചാലും അത് അല്ല, അത് പോപ്പുലറായിരിക്കാം, പക്ഷേ മേ നോട്ട് ബി ട്രൂ. നിങ്ങൾ തന്നെ ഇന്ന് വീട്ടിൽ പോയി ചിന്തിക്കുക, കർത്താവേ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ആർ പോപ്പുലർ ഇൻ ചർച്ചസ് ടുഡേ വിച്ച് മേ നോട്ട് ബി ട്രൂ. എല്ലാം അങ്ങ് ട്രൂ അല്ല എന്നല്ല ഞാൻ പറഞ്ഞാൽ, ചിലതൊന്നും ട്രൂ അല്ല. കാരണം ഈ വചനമായിട്ട് ചിലത് ഒത്തു വരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ആരാധനയുടെ പേരിലും വചനത്തിൻ്റെ പേരിലും സഭ എന്ന പേരിലും, അല്ലേ, ശുശ്രൂഷകളുടെ പേരിലും, അത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോപ്പുലറായിട്ട് നമ്മൾ കാണുന്നു. നമ്മളും ചിലതൊക്കെ പരിചയിച്ചിട്ടുണ്ട്, ചിലർക്ക് നമ്മളും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ദിവസങ്ങൾ ദൈവം എന്നോട് പറയാം, മോനെ, മേ ബി ദാറ്റ്സ് പോപ്പുലർ ഫോർ യു ഓർ എമംഗ്സ്റ്റ് യു ഇറ്റ്സ് പോപ്പുലർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. സത്യമായതൊക്കെയും പൗലോസ് പറഞ്ഞ സത്യമായതൊക്കെയും, വാട്ട് എവർ ഈസ് ട്രൂ, സത്യമായതൊക്കെയും അത് ചിന്തിച്ചു കൊള്ളുവിൻ, അതിനെ മുറുകെ പിടിച്ചു കൊള്ളുവിൻ, അതിനെ ധ്യാനിച്ചു കൊള്ളുവിൻ, അതിനായി പോരാടുവിൻ. കണ്ണടയ്ക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങൾ കേട്ടത്. കർത്താവേ, അടിയനത് പറഞ്ഞപ്പോൾ അതിൻ്റെ പിഴകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അത് എന്നോട് ക്ഷമിക്കണമേ. അത് കേട്ട കർത്താവേ, അങ്ങയുടെ പ്രിയ മക്കൾക്ക് അത് പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേട്ട് ഞങ്ങളെ വീണ്ടും ചതിക്കാതെ വചനം അനുസരിച്ച് അനുഷ്ഠിക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.